ഹായ് ഓൾ, കർണൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈത്തപ്പഴം നാരങ്ങ അച്ചാറാണ് കേട്ടോ. ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കുക, എന്നിട്ട് നല്ലെണ്ണ ഒഴിക്കുക കേട്ടോ. നല്ലെണ്ണ എന്ന് വെച്ചിട്ട് നമ്മൾ സാധാ എണ്ണയില്ലേ, അതിൽ നല്ല ക്വാളിറ്റി പവിഴോ അങ്ങനെയുള്ളതൊക്കെയാണ്. പിന്നെ അത് ചൂടായി വന്നാൽ അതിലേക്ക് കടുകിടുക. പിന്നെ ഉലുവ ചേർത്ത് കൊടുക്കുക. 2 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക കേട്ടോ. കടുക് കുറച്ചാണെങ്കിൽ ഉലുവ കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പൊട്ടട്ടെ. അതിനുശേഷം കറിവേപ്പില ഫ്രിഡ്ജിൽ വെച്ചത് യൂസ് ചെയ്യുകയാണെങ്കിൽ രാവിലെ എടുത്തിട്ട് പുറത്ത് വെക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പെട്ടെന്ന് കേടായി പോകും അച്ചാർ. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് ഞാൻ അപ്പം തന്നെ പറിച്ചുകൊണ്ട് വന്നതാണ്. കഴുകാണ്ട് നന്നായിട്ട് തുടച്ചെടുത്തിട്ട് ചെയ്തതാണ് കേട്ടോ. വെള്ളത്തിൻ്റെ അംശം തീരെ ഇല്ലാതെ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് കേടായി പോകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാലാണ് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതാണ്. ഒരു 1.5 കഷ്ണം ഇഞ്ചി ഉണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞ് അതിട്ട് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് മൂക്കുന്നുണ്ട്. അതിനുശേഷം വെളുത്തുള്ളിയും പച്ചമുളകുമാണ് കേട്ടോ ചേർത്ത് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഒരു 2 ഉള്ളി, വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പച്ചമുളക് ഒരു 3 എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു നാരങ്ങ 8 പീസാക്കിയത് ഉപ്പും ചേർത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഈത്തപ്പഴം ഒന്ന് കുതിരാൻ വേണ്ടി ഇത്തിരി വിനാഗിരിയിൽ എടുത്ത് വെച്ചതായിരുന്നു. ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അച്ചാറിലേക്ക് നന്നായിട്ട്. പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ബാക്കി ഇടുന്നത്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. ഞാനൊരു കുറച്ച് കളറിന് വേണ്ടിയിട്ടും കൂടിയാണ് ഈ കാശ്മീരി മുളക് പൊടി ചേർത്തിരിക്കുന്നത്. എന്നിട്ട് പച്ചമണം, ഈ മസാലേൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അടി കരിഞ്ഞു കൊണ്ട് നോക്കണേ, സിമ്മിൽ വെക്കണം കേട്ടോ ഈ സമയത്തൊക്കെ തീ. എന്നാലേ അടി കരിഞ്ഞു കൊണ്ടുക്കുള്ളും. പൊടിയിട്ട് കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം. പിന്നെ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ നാരങ്ങയിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് ഉപ്പും കൂടി വേണ്ടി വരും. നാരങ്ങയായതുകൊണ്ട് ഉപ്പ് മുന്നിട്ട് നിൽക്കണം. ഇപ്പം നോക്കുമ്പോൾ ഉപ്പ് അധികമായിട്ട് തോന്നും, പക്ഷേ 2 ദിവസം കഴിഞ്ഞാൽ ഉപ്പ് കറക്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട, ഉപ്പ് ചേർത്ത് കൊടുക്കുക. നാരങ്ങയിൽ ഉപ്പ് ചേർത്തത് മറന്നു പോകാനും പാടില്ല. ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഇവിടെ ഉപ്പിട്ട് മുറിച്ച് മാറ്റി വെച്ച നാരങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യണേ ഇങ്ങനെ ഉപ്പിൽ. മിനിമം നിങ്ങൾക്ക് എത്ര നേരം വെക്കാൻ പറ്റും അത്രയും നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് കായപ്പൊടിയാണ് കേട്ടോ. ഞാൻ LGൻ്റെ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇത് ഞാൻ ഉലുവ വറുത്ത് പൊടിച്ച പൊടിയാണ് കേട്ടോ. ഞാനിങ്ങനെ ഒരു ഡബ്ബയിൽ സൂക്ഷിക്കാറുണ്ട്. അതാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വിനാഗിരിയിൽ കുതിർത്ത് വെച്ച ഈത്തപ്പഴവും കൂടി ചേർത്ത് കൊടുക്കാം. വിനാഗിരി കുറച്ച് ഉപയോഗിക്കണം എന്നുള്ളവർക്ക് ഇതിങ്ങനെ കുതിർത്ത് വെക്കണമെന്നില്ല കേട്ടോ. ഒന്ന് പെട്ടെന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. അതിന് ശേഷം കുറച്ച് വിനാഗിരിയും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം നമ്മൾ ടേസ്റ്റ് നോക്കുമ്പോൾ കയ്പ്പ് തന്നെയാട്ടോ മുന്നിട്ട് നിൽക്കുക. ഈ ഈത്തപ്പഴമൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ചേരണമല്ലോ, എങ്കിൽ മാത്രമേ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റിലേക്ക് വരുള്ളൂ കേട്ടോ. അത് തന്നെ കുറച്ച് ഉപ്പൊക്കെ അധികമായിട്ടുള്ള പോലെ തോന്നും. 2 ദിവസം കഴിയുമ്പോൾ ഉപ്പൊക്കെ കുറച്ച് ഏലായിട്ട് വരും കേട്ടോ. നല്ല ടേസ്റ്റി അച്ചാറാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും. ഇതോടൊപ്പം ഞാനൊരു ടിപ്പ് കൂടി പറയാം. നമ്മളിത് സ്റ്റോറേജ് ചെയ്ത് വെക്കുന്ന ബോട്ടിലില്ലേ, നന്നായിട്ട് പൊട്ടുന്ന ബോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതാണ്. അതിന് ശേഷം കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് നന്നായിട്ട് ബോട്ടിൽ കുലുക്കി കഴുകുക കേട്ടോ. അതായത് നമ്മൾ സൊർക്കല്ലേ, അതിനെ കൊണ്ട് നന്നായിട്ട് ബോട്ടിലൊന്ന് കഴുകിയാൽ സൈഡിലുള്ള പൂ പിടിക്കുന്നതും പൂപ്പ് വരുന്നതിനൊക്കെ നല്ല പ്രൊട്ടക്ഷനാണ് കേട്ടോ. അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും വരില്ല. ഞാനിങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കൽ. എനിക്ക് നല്ലോണം നിൽക്കലുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എന്നാൽ ഞാൻ ഇതിലിട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് എടുത്തിട്ട് തിരിച്ച് ഫ്രിഡ്ജിൽ തന്നെ വെക്കൽ. അങ്ങനെയാണ് ചെയ്യൽ. അടിയിൽ കുറച്ച് സൊറക്കി വെച്ചിട്ടാണ് ഞാൻ വീണ്ടും അച്ചാറിട്ട് വെക്കുന്നത് കേട്ടോ. അപ്പോൾ അടിയിൽ പെട്ടെന്നൊന്നും പൂപ്പ് വരില്ല. അങ്ങനെ തന്നെ ഇത് മുഴുവനാക്കിയിട്ട് കഴിഞ്ഞാൽ മേലെ ലേശം സൊറക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ. അപ്പോൾ കുറേ കിട്ടുമേ. കണ്ടോ, ഫില്ലാക്കി കഴിഞ്ഞ് എന്നിട്ട് മേലെ കുറച്ച് സൊറക്കി ഒഴിച്ച് സെറ്റാക്കി ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം. ഇത്രയേ ഉള്ളൂ പണി. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. ബൈ.